ഹായ് ഫിഷി ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ നീറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു സമയത്ത് നമ്മളുടെ റിവിഷൻസ് ഭയങ്കര വിഗറസ് ആയിട്ട് പോകേണ്ട സമയമാണ്. സോ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ ആണ്. ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം, നീറ്റ് 2024 നമുക്ക് 5 ക്വസ്റ്റൻസ് ഒക്കെ വന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ കോളേജ് നമ്മൾ ഒട്ടും അവോയ്ഡ് ചെയ്യരുത്. ഈ വർഷം നമുക്ക് ഓപ്ഷൻസും ഇല്ല. അതുകൊണ്ട് പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പെട്ടെന്ന് നല്ല പോലെ പഠിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം അല്ലേ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇതിൽ കുറേ നമ്പേഴ്സ്, കുറേ സയന്റിസ്റ്റിന്റെ പേരുകളൊക്കെയാണ് നമ്മൾക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് അല്ലേ. അപ്പൊ ക്വിക്ക്ലി ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. ഡെഫിനേഷൻ നമുക്കറിയാം, ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റിനുമുള്ള വെറൈറ്റി ആണ് അല്ലെ. വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ് അറൗണ്ടസ് ആണ്. അപ്പോൾ അത് നമുക്ക് തന്ന ഒരു ഡെഫിനേഷൻ തന്ന സയന്റിസ്റ്റ് എഡ്വേർഡ് വിൽസൺ ആണ്. എഡ്വേർഡ് വിൽസൺ ഒരു സോഷ്യോ ഇക്കോളജിസ്റ്റ് ആയിരുന്നു, ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അതിനുശേഷം നമ്മൾ ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ 3 ടൈപ്പാണുള്ളത്. ജനറ്റിക് ഡൈവേഴ്സിറ്റി, അവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഒന്ന് റൗവോൾഫിയുടെ എക്സാമ്പിൾ, 3. പിന്നെ മാംഗോയിന്റെ എക്സാമ്പിൾ, അതേപോലെ തന്നെ റൈസ് വെറൈറ്റീസിന്റെ എക്സാമ്പിൾ. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അതിൽ നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ ആണ് ആംഫിബിയൻ സ്പീഷീസിന്റെ. പിന്നെ വരുന്നത് ഈക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി വിത്തിൻ ഈക്കോസിസ്റ്റംസ്. അത് തന്നെ പല ടൈപ്സ് ഓഫ് ഈക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ അവിടെ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോകുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് ഹൗ മച്ച് ബയോഡൈവേഴ്സിറ്റി ഈസ് ദെയർ ഇൻ ദിസ് വേൾഡ്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഹൗ മച്ച് ബയോഡൈവേഴ്സിറ്റി ഈസ് എക്സിസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഹൗ മച്ച് ബയോഡൈവേഴ്സിറ്റിയിൽ നമ്മൾ 2 രീതിയിലാണ് പഠിക്കുന്നത്. വേൾഡിൽ എത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ എത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ വേൾഡിനെ പെട്ടെന്ന് മക്കളെ റീകോൾ ചെയ്യണേ. മാമിന്റെ ഒപ്പം തന്നെ ചാപ്റ്റർ ഒന്ന് റീകോൾ ചെയ്ത് പോയിക്കോളൂ. ഓക്കെ, വേൾഡിന്റെ ബയോഡൈവേഴ്സിറ്റി പറയുമ്പോൾ നമുക്ക് IUCN പറയുന്ന 1.5 മില്യണോളം സ്പീഷീസ് ഈ ലോകത്തുണ്ടെന്നുള്ള ഇത് കണക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് റിസർച്ച് ചെയ്ത് നമുക്ക് റോബർട്ട് മേയ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്ന ഒരു എസ്റ്റിമേറ്റ് ആണ് 7 മില്യണോളം സ്പീഷീസ് ഈ ലോകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറച്ച് നമ്പേഴ്സ് നമ്മൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയുടെ കാര്യം പറയുന്നത്, ഇന്ത്യ ഇവിടെ നമ്മുടെ വേൾഡിൽ നോക്കുകയാണെങ്കിൽ വെറും 2.4% ലാൻഡ് ഏരിയ മാത്രമേ ഇന്ത്യ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ ഈ ലോകത്തിലെ ടോട്ടൽ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് 8% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസ് വൺ എമംഗ്സ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ പോകുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് ഓരോ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ സ്പീഷീസ് ആണ് കൂടുതലുള്ളത്, ഇതുവരെ എത്ര എണ്ണത്തിനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്ത്യയിൽ 45,000 സ്പീഷീസ് ഓഫ് പിന്നെ പ്ലാന്റ്സും 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസിനെയും ഇനിയും ഐഡന്റിഫൈ ചെയ്യാൻ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ പോകുന്നത് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലേക്കാണ്. പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ 2 എണ്ണമുണ്ട്. ഒന്ന് ലാറ്റിറ്റ്യൂഡിനൽ, അതായത് എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് അല്ലേ, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസും. പിന്നെ വരുന്നതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസിൽ നമുക്കറിയാം, ആസ് വി ഗോ അവേ ഫ്രം ദി ഇക്വേറ്റർ, ഓക്കെ, നോർത്ത് സൗത്ത് പോളിലേക്ക് പോകുമ്പോഴേക്കും ഇക്വേറ്ററിന്റെ അടുത്തുള്ള റീജിയൻസ് ട്രോപ്പിക്സ് ആണ്. അവിടെ ഹൈ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും. ബിക്കോസ് അവിടെ എന്താണ്, ഫിക്സ്ഡ് സീസൺസ് ആണ്, ഫിക്സ്ഡ് ക്ലൈമറ്റ് ആണ്. ബിക്കോസ് അവിടെ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളമുണ്ട്, മഴയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ഇക്വേറ്ററിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കുന്നതോറും സൺലൈറ്റിന്റെ അവൈലബിലിറ്റി കുറയുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു, വെരി ലോ ടെമ്പറേച്ചേഴ്സ് ആകുന്നു, ആൻഡ് ഓൾസോ ദേ ഹാവ് ഹൈലി വേരിയബിൾ ക്ലൈമറ്റ്സ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊളംബിയന്റെ കാര്യം പഠിക്കുന്നുണ്ട്, ഇന്ത്യന്റെ കാര്യം പഠിക്കുന്നുണ്ട്, ഐസ്ലൻഡിന്റെ കാര്യം, ന്യൂയോർക്കിന്റെ കാര്യമൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഓർത്തിരിക്കാൻ മിസ് നിങ്ങൾക്ക് ഒരു കോഡൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്പീഷീസ്, അതിനുശേഷം നമ്മൾ, അപ്പോൾ അതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. ലാറ്റിറ്റ്യൂഡിൽ അതായത് എങ്ങനെയാണ് ഈ ഒരു എർത്തിൽ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന്റെ പൊസിഷൻ എങ്ങനെയാണ് അവിടുത്തെ ഡൈവേഴ്സിറ്റിനെ എഫക്ട് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ പൊസിഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി ബേസ്ഡ് ഓൺ ദ ടെമ്പറേച്ചർ, ദ വാട്ടർ അവൈലബിലിറ്റി ആൻഡ് മെനി അതർ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അത് നമുക്ക് പറഞ്ഞു തന്നത് ഒരു സയന്റിസ്റ്റ് ആണ്, അലക്സാണ്ടർ വോൺ ഹോംബോൾട്ട് അല്ലേ.
അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് നമ്മളോട് പറഞ്ഞത്. അതായത് ആസ് എ സ്പീഷീസ് ഈസ് ലിവിങ് ഇൻ ആൻ ഏരിയ അല്ലേ, ആദ്യം അവരിങ്ങനെ സ്പീഷീസ് അവരുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവരുടെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടി കൂടി വരും, ബട്ട് ഓൺലി ടു എ പെർട്ടിക്കുലർ ലിമിറ്റ്. ഓക്കെ, അപ്പം അതിനെ നമുക്കൊരു ലോഗറിതമിക് സ്കെയിലൊക്കെ ആള് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, ആ ഇക്വേഷൻ ഒക്കെ. അപ്പോൾ ആ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിന്റെ ഗ്രാഫ് നമ്മൾ പഠിക്കണം. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ്, അത് നമ്മൾ പഠിക്കണം. ഇക്വേഷൻ നമ്മൾ പഠിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ വരുന്ന, അപ്പോൾ നമ്മൾ പാറ്റേൺസ് പഠിച്ച് പിന്നെ നേരെ പോകുന്നത് എന്താണ്, ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസിലേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡെഫിനിഷൻ ആൻഡ് ടൈപ്സ് പഠിച്ചു, എത്ര ബയോഡൈവേഴ്സിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി, ഈ ലോകത്ത് തന്നെ എത്ര സ്പീഷീസ് ഉണ്ട് ആൻഡ് ഇന്ത്യയിൽ എത്ര സ്പീഷീസ് ഉണ്ട്. പിന്നെ നമ്മൾ പാറ്റേൺസിലേക്ക് പോകുന്നു, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്, സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ ഗ്രാഫ്. അതിനുശേഷം ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് പഠിക്കുന്നത്. ഒന്ന്, ഒരു പ്ലോട്ട് എക്സ്പെരിമെന്റ് ഉണ്ട്. പ്ലോട്ടിൽ ചെടികളെ ഇങ്ങനെ വളർത്തി നമ്മുടെ ഡേവിഡ് ടിൽമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ചെയ്ത എക്സ്പെരിമെന്റ്. ആരാണ് ചെയ്തത്? ഡേവിഡ് ടിൽമാന്റെ പ്ലോട്ട് എക്സ്പെരിമെന്റും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് ആണ് അല്ലേ, റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ്. അപ്പോൾ പ്ലോട്ട് എക്സ്പെരിമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല, അതായത് ഒരു പ്ലോട്ടിൽ 2 രീതിയിൽ ചെടികളെ വളർത്തി. ഒരു സ്ഥലത്ത് നല്ല സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, സ്പീഷീസ് റിച്ച്നെസ് ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് സ്പീഷീസ് റിച്ച്നെസ് കുറവായിരുന്നു, ഒരേപോലെയുള്ള പ്ലാന്റ്സിനെയാണ് വളർത്തിയത്. അപ്പോൾ വെറൈറ്റി ഉള്ള പ്ലോട്ടിൽ വർഷം തോറും എന്താണ്, ഒരേ രീതിയിലായിരുന്നു ബയോമാസ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. അവിടുത്തെ ആനുവൽ പ്രൊഡക്ടിവിറ്റി ഒരേ റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ കൂടുതലുമായിരുന്നു പ്രൊഡക്ടിവിറ്റി, അതായത് നല്ല ഈൽഡൊക്കെ ആയിരുന്നു ആ ഫീൽഡിൽ നിന്ന് കിട്ടിയിരുന്നത്. പക്ഷേ രണ്ടാമത്തെ പ്ലോട്ടിൽ നമ്മൾ ഒരേ ചെടികൾ തന്നെ ഇങ്ങനെ ഒരുമിച്ച് വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി? ഡേവിഡ് ടിൽമാൻ പറഞ്ഞു, അവിടുത്തെ ആനുവൽ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഒരു ഏരിയയിൽ പ്രൊഡക്ടിവിറ്റി കൂടണമെങ്കിൽ, അവിടുത്തെ ഈൽഡ് കൂടണമെങ്കിൽ, അവിടുത്തെ ബയോമാസ് പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ ദർ ഹാസ് ടു ബി സ്പീഷീസ് റിച്ച്നെസ്. ഇസ്ന്റ് ഇറ്റ്? യെസ്, സ്പീഷീസ് റിച്ച്നെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറൈറ്റി, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതാണ് ഡേവിഡ് ടിൽമാന്റെ പ്ലോട്ട് എക്സ്പെരിമെന്റ്. റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് എന്താ പറയുന്നത്? നമ്മുടെ ഇക്കോസിസ്റ്റം ഒരു എയർക്രാഫ്റ്റ് പോലെയാണ്. നമുക്ക് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ആരാ? സയന്റിസ്റ്റ് പേര് നമ്മൾ എഴുതിയില്ലല്ലോ, പോൾ എൻറിച്ച് അല്ലേ, പോൾ എൻറിച്ച് ആണ് നമുക്ക് പറഞ്ഞു തന്നത്. പോൾ എൻറിച്ച് പറഞ്ഞ, ചിലപ്പോൾ സ്പെല്ലിംഗ് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പോൾ എൻറിച്ച് നമ്മളോട് പറഞ്ഞു തന്നത്, അതായത് നമ്മുടെ ഇക്കോസിസ്റ്റം ഒരു എയർക്രാഫ്റ്റ് പോലെയാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റിലെ ഓരോ നമ്മുടെ ഇക്കോസിസ്റ്റത്തിലെ ഓരോ സ്പീഷീസും ആ എയർക്രാഫ്റ്റിനെ ഉണ്ടാക്കുന്ന ഓരോ റിവറ്റ്സ് ഇല്ലേ, ഓരോ ആണികൾ, ഓരോ സ്ക്രൂകൾ പോലെയാണ്. അപ്പോൾ അതിൻ്റെ വിങ്സിലൊക്കെയുള്ള സ്ക്രൂസ് ആയിരിക്കും കീ സ്പീഷീസ് ആയിട്ടുള്ള പിന്നെ ഇൻസെക്ട്സ്, പ്ലാന്റ്സ്, അവരൊക്കെ അല്ലേ. അതേപോലെ തന്നെ ബാക്കി എന്താ പറയുക, ഓരോ ഭാഗത്തുമുള്ള റിവറ്റ്സും ഓരോ സ്പീഷീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാസഞ്ചറും ഓരോ സ്ക്രൂ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റിന് പിന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈക്കോസിസ്റ്റത്തിലെ, നമ്മുടെ നേച്ചറിലെ ഓരോ സ്പീഷീസിനെ, ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിക്കുന്നുണ്ട് 20,000 സ്പീഷീസ് ഓഫ് ആൻസ് ഉണ്ട് അതിലെ, അതിലൊരു 5,000 സ്പീഷീസ് ആൻസ് കത്തി നശിച്ചാൽ എന്താ കുഴപ്പം? 5,000 സ്പീഷീസ് ഓഫ് ആൻസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയാൽ എന്താ കുഴപ്പം? ബിക്കോസ് ആൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും നമ്മൾ വിചാരിക്കും. 20,000 പകരം 10,000 സ്പീഷീസ് പിന്നെ ആൻസ് ഇവിടെ ഉള്ളെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല അല്ലേ. ഓരോ സ്പീഷീസിനും ഒരു കീ റോൾ ഉണ്ട് നമ്മുടെ ഈ നേച്ചറിൽ, ഈ എൻവറോൺമെന്റിൽ. ഇക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഫുഡ് ചെയിൻസിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും ഒരു ഇക്കോളജിക്കൽ റോൾ ഉണ്ട്. അത് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഓൾ സ്പീഷീസ് ഹാസ് ടു എക്സിസ്റ്റ് ഓൺ ദിസ് എർത്ത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസിലൂടെ പോൾ എൻറിച്ച് പറഞ്ഞിരുന്നത്, ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻസും പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ലോസിലേക്കാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. എത്ര ബയോഡൈവേഴ്സിറ്റി ഈ ലോകത്തുണ്ട്, അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഹൗ മച്ച് ഈസ് ലോസ്റ്റ്, ഇതുവരെ എത്ര ബയോഡൈവേഴ്സിറ്റി ഇവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹൗ മച്ച് ബയോഡൈവേഴ്സിറ്റി ഈസ് ലോസ്റ്റ്, അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ പിന്നെ എന്താണ്, ഇതുവരെ ഇവിടുന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള കുറച്ച് സ്പീഷീസിൻ്റെ പേരുകൾ നമ്മൾ പഠിക്കും. നമ്മുടെ ഡോഡോ അല്ലേ, തൈലസീൻ, അങ്ങനെ പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് സബ് സ്പീഷീസ് ഓഫ് ടൈഗേഴ്സ്, അവരുടെ പേരൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവർ ഏത് രാജ്യത്തു നിന്നാണ് അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയെന്ന് പഠിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ IUCN റെഡ് ലിസ്റ്റിനെ കൂടി പഠിക്കുന്നത് അല്ലേ. IUCN പബ്ലിഷ് ചെയ്ത റെഡ് ലിസ്റ്റിൽ
റെഡ് ഡേറ്റ ബുക്ക് എന്നും പറയും, റെഡ് ലിസ്റ്റ് എന്നും പറയും. അതിൽ ഇപ്പോൾ ഇനി എൻഡേഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന, പിന്നെ അതേപോലെ റിസ്കിലിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള എല്ലാവരുടെയും ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. ഈ റെഡ് ലിസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ നീറ്റ് സിലബസിൽ കഴിഞ്ഞ വർഷം പുതുതായിട്ട് ആഡ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് മക്കളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഹൗ മച്ച് ഈസ് ലോസ്റ്റ് നമ്മൾ പഠിക്കും. അതിൽ ഓരോ സ്പീഷീസും എത്ര പേര്. പിന്നെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, 6th എക്സ്റ്റിങ്ഷൻ ഫേസ് ആണ് അല്ലേ, 6th എക്സ്റ്റിങ്ഷൻ ഫേസ് ആണ്. അതേപോലെ തന്നെ പണ്ടത്തെക്കാളും 100 to 1000 ടൈംസ് കൂടുതലാണ് ഇപ്പോഴത്തെ എക്സ്റ്റിങ്ഷൻ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 50% ഓഫ് ദ സ്പീഷീസ് ഇല്ലാന്നോ, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഹൗ മച്ച് ഈസ് ലോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് കോസസ് ആണ്. ഓക്കെ, ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് നമ്മൾ 4 കാരണങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഈവിൾ ക്വാർട്ടറ്റ് എന്ന് പറയുന്നത്, ദ ഈവിൾ ക്വാർട്ടറ്റ് അല്ലേ. ആ ഈവിൾ ക്വാർട്ടറ്റ് ഏതൊക്കെയാണ്? ഒന്ന് ആണ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മൾ ലാൻഡിനെ നശിപ്പിക്കുന്നു. ഓവർ എക്സ്പ്ലോയിറ്റേഷനിലൂടെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയവരാണ് നമ്മുടെ സ്റ്റെല്ലർ സീഖവും പാസഞ്ചർ പിജിയൻസും ഒക്കെ അവിടെ എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. ഹാബിറ്റാറ്റ് ലോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ. ഓക്കെ, ഈ ബയോഡൈവേഴ്സിറ്റിൻ്റെ ലോസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഏലിയൻ സ്പീഷീസിനെ കൊണ്ടിട്ട് കഴിയുമ്പോൾ അവിടുത്തെ ഇൻഡിജിനസ് സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ പറ്റാണ്ടാകും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ മറ്റേ നൈൽ പെർച്ചിൻ്റെ കാര്യം, സിക്ലിഡ് ഫിഷിൻ്റെ കാര്യം, അതേപോലെ തന്നെ നമ്മളുടെ ക്യാറ്റ് ഫിഷിൻ്റെ കാര്യം, അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കും. പാർത്തേനിയത്തിൻ്റെ കാര്യം, ഇതൊക്കെ ഈ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ്റെ എക്സാമ്പിളാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മളുടെ കോ എക്സ്റ്റിങ്ഷൻ, അതായത് ഒരു പ്ലാൻ പോളിനേറ്റർ റിലേഷൻഷിപ്പ് പറയുമ്പോൾ പോളിനേറ്റർ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്ലാൻ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. കാരണം അവർ മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് സർവൈവ് ചെയ്യുന്നവരാണ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കറിയാം ഫിഗും അതിനെ പോളിനേറ്റ് ചെയ്യുന്ന വാസ്പും യൂക്ക പ്ലാന്റും മോത്ത്, അങ്ങനെ കുറേ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കണം. ഈവിൾ ക്വാർട്ടറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത് കൺസർവേഷനിലേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ 6ാമത്തെ ഫൈനൽ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി. ഈ ചാപ്റ്ററിലെ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയെ എങ്ങനെയാണ് നമ്മൾ കൺസേർവ് ചെയ്യുന്നത്, അതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ എന്തിന് കൺസേർവ് ചെയ്യണം, 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എങ്ങനെ കൺസേർവ് ചെയ്യണം ബയോഡൈവേഴ്സിറ്റിനെ, പിന്നെ അത് കൺസർവേഷന് വേണ്ടിയിട്ട് നമ്മളുടെ നേഷൻസ്, ലോകത്തെ രാജ്യങ്ങളെല്ലാവരും കൂടെ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങൾ, സമ്മിറ്റ്സ് അല്ലേ, അതിനെക്കുറിച്ചാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. അപ്പം എന്തിന് കൺസേർവ് ചെയ്യണം എന്നുള്ളതിന് ശരിക്കും കുറച്ച് ആർഗ്യുമെന്റ്സ് പറയുന്നുണ്ട്. 3 ആർഗ്യുമെന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ്, നാരോലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് ആൻഡ് എത്തിക്കൽ റീസൺസ്. അതിൽ എത്തിക്കൽ റീസൺസ് ആണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഹൗ കൺസർവേഷൻ 2 ടൈപ്പാണുള്ളത്. ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സൈറ്റ് കൺസർവേഷൻ ആണ്. വിത്തിൻ ദ നാച്ചുറൽ ഹാബിറ്റാറ്റ് അവരെ കൺസർവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അല്ലെ, ബയോസ്ഫിയർ റിസർവ്സ് ഒക്കെ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിളാണ്. സേക്രഡ് ഗ്രൂപ്പ്സ് ഇവിടെ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സേക്രഡ് ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഖാസിയൻ, ജൈൻറ്റിയ ഹിൽസ് അല്ലെ, ബാസർ ആൻഡ് ചന്ദാരീൻസ് ഒക്കെ പഠിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ദ ലിവിംഗ് ഓർഗാനിസംസ് ഔട്ട് ഓഫ് ദിയർ നാച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് കൺസർവിംഗ് ദം. അപ്പോൾ നമ്മുടെ സീഡ് ബാങ്ക്സ്, അതേപോലെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്സ്, അതൊക്കെ എക്സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സബ്മിറ്റ്സ് നമ്മൾ 2 എണ്ണമാണ് പഠിക്കുന്നത്. ഒന്ന് നമ്മളുടെ റിയോ ഡി ജനീറോയിൽ നടന്നത്, പിന്നെ ഒന്ന് ജോഹന്നാസ്ബർഗിൽ നടന്നതും. ഇതിൻ്റെ 2ന്റെ വർഷങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒന്ന് 1992 അതായിരുന്നു എർത്ത് സമ്മിറ്റ്. പിന്നെ നടന്നത് 2002 നടന്ന നമ്മളുടെ വേൾഡ് സമ്മിറ്റ്. അപ്പോൾ ഇത് 2ഉം പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എൻറ്റയർ ചാപ്റ്റർ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തു. നമുക്കിനി 2-3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. The medicinal plant Revolvia vomitaria growing in Himalayan ranges shows variation in terms of the potency and concentration of the chemical reserpine that it produces. It is an example of. ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മൾ റവോൾഫിയൻ്റെ കാര്യം പഠിക്കുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ്. കാരണം ഒരേ സ്പീഷീസിലുള്ള 2 ചെടികൾ, അവർ അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളായാൽ പോലും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കെമിക്കൽ റെസർപൈൻ്റെ കോൺസെൻട്രേഷനും പൊട്ടൻസിയും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദേ ആർ ജനറ്റിക്കലി ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഈ ക്വസ്റ്റൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആണ്. ജനറ്റിക് ഡൈവേഴ്സിറ്റി. അത് കൂടാതെ നമ്മൾ റൈസിൻ്റെ, മാംഗോയുടെയും കാര്യം പഠിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു റോബർട്ട് മേ, പോസിബിൾ നമ്പർ ഓഫ് സ്പീഷീസ് ഓൺ എർത്ത് മൈറ്റ് ബി അബൌട്ട് 3 million, 5 million, 7 million, 20 million. IUCN പറയുന്നത് 1.5 million ആണ്. പക്ഷേ നമ്മളോട് റോബർട്ട് മേ പറയുന്നത്
7 million ആണ് അപ്രോക്സിമേറ്റ്ലി അല്ലേ. Arrange the following species places in increasing order of biodiversities of species of birds and select the correct option. Increasing orderൽ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? ഗ്രീൻലാൻഡിലാണ്. അതിന് കൂടുതൽ വരുന്നത് ന്യൂയോർക്കിലാണ്. അതിൽ കൂടുതൽ വരുന്നത് 1200 സ്പീഷീസ് ഇന്ത്യയിലും 1400 സ്പീഷീസിൽ കൊളംബിയയിലും അല്ലെ. ഇൻക്രീസിങ് ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡ്, ന്യൂയോർക്ക്, ഇന്ത്യ, കൊളംബിയ ഓപ്ഷൻ 2 ആണ്. ഇത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസിലാണ് അല്ലെ. ബേർഡ് സ്പീഷീസിന്റെ എക്സാമ്പിൾ പഠിക്കുന്നത്. ആസ് വി ഗോ അവേ ഫ്രം ദി ഇക്വേറ്റർ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. ഓക്കെ. On a logarithmic scale, the relationship between species richness and area is a straight line described by the equation. S is species richness, A is area, Z is slope of the line, and C is the y-intercept. Log S is equal to log C plus Z log A ആണ് അല്ലേ. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ആ Z വാല്യൂ ഇല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അത് മിസ്സാക്കരുത് കേട്ടോ. Yes, next question. In which of the following both pairs have correct combination? In situ conservation national park, ex situ conservation botanical garden, in situ cryopreservation തെറ്റ്, ex situ wildlife തെറ്റ്, in situ conservation seed bank തെറ്റ്, ex situ conservation national park തെറ്റ്. ആക്ച്വലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ സഫാരി പാർക്സ് ഇല്ലേ, സഫാരി പാർക്സ് ഒക്കെ ex situ കൺസർവേഷൻ ആണ് കേട്ടോ. ഇൻ സിറ്റു കൺസർവേഷൻ ടിഷ്യൂ കൾച്ചർ തെറ്റ്, എക്സ് സിറ്റു കൺസർവേഷൻ സേക്രഡ് ഗ്രൂപ്പ്സ് തെറ്റ്. അപ്പോൾ ഓപ്ഷൻ 1 തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദ എർത്ത് സമ്മിറ്റ് ഓൺ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി വാസ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ. എർത്ത് സമ്മിറ്റ് നടന്നത്, എർത്ത് സമ്മിറ്റ് ആണ് ആദ്യം നടന്നത് അല്ലെ, റിയോ ഡി ജനീറോയിൽ 1992. അതിനുശേഷമാണ് നമ്മുടെ വേൾഡ് സമ്മിറ്റ് നടന്നത് ജോഹന്നാസ്ബർഗിൽ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ്, പിന്നെ നമ്മൾക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. According to Alexander von Humboldt, species richness decreases with increasing area of exploration. Species richness increases with increasing area, but only up to a limit. There is no relationship between species richness and area explored. Species richness goes on increasing with increasing area of exploration. Species richness increases with increasing area, but only up to a limit, because environment becomes a limiting factor. Option B ആണ് അല്ലെ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു എവറി വൺ. ഈ നമ്മളപ്പോൾ എൻറ്റയർ ചാപ്റ്റർ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻറ്റയർ ചാപ്റ്റർ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇന്നത്തെ ഈ റിവിഷൻ വാസ് യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പം നമുക്കിനി കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.